ആയതുള്ള ഖമനൈ അങ്ങനെയല്ല. ഇപ്പോഴുള്ള എന്ത് ഖമനൈയാണത്, അയാളുടെ മുഴുവൻ പേരെന്താ എനിക്ക് ഓർമ്മ വരുന്നില്ല. എനിവേ ഖമനൈ. അപ്പോൾ ഇറാൻ വളരെ ഡേഞ്ചറിലാണ്. അമേരിക്ക ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം. എന്തെങ്കിലും ഒരു ഷോ കാണിക്കാതെ ട്രംപിന് നിലനിൽക്കാൻ പറ്റില്ല. ഇവിടെ ഫ്ലൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതെ അതെ, ഇത്രയും കാണിച്ച സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും ഒരു അറ്റാക്ക് നടത്താതെ ട്രംപിന് പറ്റില്ല. എന്തെങ്കിലും ഒരു ഷോ കാണിക്കാതെ അത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഖമനൈ സമ്മതിക്കുകയും ചെയ്യും കേട്ടോ. ഇവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഖത്തറും കൂടി, കഴിഞ്ഞ തവണ ഖത്തറാണ് അങ്ങനെ ഡിഫ്യൂസ് ചെയ്തത്. അമേരിക്ക ഇറാനെ ബോംബിട്ടു, ഇറാൻ ഖത്തറിൽ മിസൈൽ അയച്ചു. ആ മിസൈല് പൊട്ടാത്ത മിസൈലായിരുന്നു, വാർഹെഡില്ലാത്ത, എന്താ അതിന് പറയുക ഇപ്പം, അതിൻ്റെ അറ്റത്ത് പേലോഡ് ഇല്ലാത്ത അതായിരുന്നു. അത് ഖത്തറിൽ വന്നിട്ടൊരു മൂലയ്ക്ക് വീണു, വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇറാൻ തിരിച്ചടിച്ചു എന്നുള്ളൊരു ധാരണ വന്നു. ഈ ധാരണ ഇവർ 3 പേരും കൂടെ ചർച്ച ചെയ്തതാണ്. ഞാനിങ്ങനെ ചെയ്യാൻ, നീ അപ്പോൾ അവിടെ അല്ലെ ഓർക്കാപ്പുറത്തെങ്ങാനും. അപ്പോൾ അമേരിക്ക പറഞ്ഞു, ഓർക്കാപ്പുറത്ത് പോലും ഞങ്ങളുടെ ആൾക്കാരുടെ തലയിൽ വീഴാതിരിക്കാനായിട്ട് ഞങ്ങൾ 10-200 പേരെ തിരിച്ച് അമേരിക്കയ്ക്ക് കയറ്റി വിടാമെന്ന് ആ പ്രദേശത്ത്. എന്നിട്ട് അമേരിക്കക്കാരോട് പറഞ്ഞു, എടാ ഈ കുന്തം വരും, മാറി നിന്നോളണം എല്ലാവരും, രാത്രി 8 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ് അറേഞ്ച് ഡ്രാമ. അത് ഇപ്പോഴും ചിലപ്പോൾ നടന്നു വരും. അതിന് ഖത്തർ എന്തെങ്കിലും സൗകര്യം ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മളുടെ MBS സൗദി അറേബ്യ, പുള്ളി പറയും ഒരു കാര്യം, അവർക്ക് മരുഭൂമിയൊക്കെ ഇഷ്ടം പോലെ കിടക്കുകയല്ലേ, അവിടെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ തലയിൽ ഒരു മിസൈൽ ഇട്ടിട്ട് പണ്ടാരണങ്ങി പൊക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ. അല്ലാതെ ഇതൊരു യുദ്ധമായി വന്നാൽ അവിടെയെങ്കിലും നടക്കില്ലല്ലോ, വലിയൊരു പ്രശ്നത്തിലേക്ക്. യുദ്ധമായിട്ട് വരില്ല, അങ്ങനെ ഒന്നും ചെയ്യില്ല. കാരണം അമേരിക്കൻ പ്രസിഡൻറ്റ് എന്ത് തോന്നിവാസം ചെയ്യാമെന്നൊക്കെ പറയും. തോന്നിവാസം അങ്ങനെ പറ്റുമൊന്നുമില്ല. 110 കമ്മിറ്റിയും സംഗതിയും പെൻറ്റഗണും അതും ഇതുമൊക്കെയാണ് വാചകമടിക്കുക അമേരിക്കൻ പ്രസിഡൻറ്റിന്. ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കമ്മിറ്റികളൊക്കെ വിചാരിക്കണം.